Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 10, Unit 1, Friends, Romans, Countrymen. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഫ്രണ്ട്സ്, റോമൻ, കൺട്രിമെൻ എന്ന വില്യം ഷേക്സ്പിയറുടെ വർക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായി കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ലെസണിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. വില്യം ഷേക്സ്പിയറുടെ ഫ്രണ്ട്സ്, റോമൻ, കൺട്രിമെൻ എന്ന ഈ ഒരു പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജൂലിയസ് സീസർ എന്ന വില്യം ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധമായ നാടകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഷേക്സ്പിയറെ കുറിച്ചുള്ള ആ പ്രൊഫൈൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഷേക്സ്പിയറെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രൊഫൈലിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വില്യം ഷേക്സ്പിയർ 1564-1616 വാസ് ബോൺ ഇൻ സ്ട്രഫോർഡ് അപ്പോൺ അവൺ, ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള സ്ട്രഫോർഡ് അപ്പോൺ എവൺ എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? ഷേക്സ്പിയർ ജനിച്ചത്. ഹി വാസ് എ പോയറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് ആക്ടർ ആൻഡ് ഈസ് നോൺ ആസ് ദ ബാർഡ് ഓഫ് എവൺ. അപ്പോൾ ഒരു കവിയാണ്, നാടകരചയിതാവാണ്, കൂടാതെ അഭിനേതാവാണ്, നടനാണ്. പിന്നെയോ ഇദ്ദേഹം അറിയപ്പെടുന്നത് ബാർഡ് ഓഫ് എവൺ എന്നാണ്. ബാർഡ് എന്ന് പറഞ്ഞാൽ കവി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഏവൺ നദിയുടെ കവി എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ്, ഇംഗ്ലണ്ടിലെ ദേശീയ കവിയാണ് ആര്? നമ്മുടെ ഷേക്സ്പിയർ. ഹിസ് എക്സ്റ്റൻഡ് വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് 38 പ്ലേസ്, 154 സോണറ്റ്സ് ആൻഡ് 3 ലോങ് നറേറ്റീവ് പോംസ്. ഇദ്ദേഹത്തിൻ്റെ വിപുലമായ വർക്കിൽ, അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ, ഈ വിപുലമായ കൃതികളിൽ 38 നാടകവും 154 സോണറ്റും 3 നറേറ്റീവ് പോമാണ്. അപ്പോൾ ഈ സോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 14 വരികളുള്ള ആ ഒരു പോമിനെയാണ് സോണറ്റ് എന്ന് പറയുന്നത്. 3 നറേറ്റീവ് പോമാണ്. നറേറ്റീവ് പോം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഖ്യാന കവിതകൾ എന്ന് പറയും. അതായത് ഒരു കഥയുടെ മോഡലിൽ വരുന്ന കവിതകൾ, അങ്ങനെയുള്ളതാണ് 3. ഹീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 4 ഗ്രേറ്റ് ട്രാജഡീസ്. ഇദ്ദേഹം നന്നായിട്ട് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 4 ട്രാജഡീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. ഇതിൻ്റെയൊക്കെ പേരിലാണ്, ഈ 4 ട്രാജഡീസിൻ്റെ പേരിലാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഷേക്സ്പിയറെ കുറിച്ചുള്ള ആ ഒരു പ്രൊഫൈലിൽ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ വേറൊരു ചെറിയ ബോക്സിൽ കാണുന്നുണ്ട് അല്ലേ? മോസ്റ്റ് ഓഫ് ദ ലൈൻ ഇൻ ഷേക്സ്പിയർ പ്ലേസ് ആർ ഇൻ ബ്ലാങ്ക് വേഴ്സ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലുള്ള മിക്ക വരികളെന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്ലാങ്ക് വേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ബ്ലാങ്ക് വേഴ്സ് എന്താണെന്നും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്ക് വേഴ്സ് ഈസ് അൺറൈംഡ് ബട്ട് മെട്രിക്കൽ. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് വരികൾ തമ്മിൽ റൈമിങ് ഉണ്ടാവില്ല, റൈം ഉണ്ടാവില്ല, പക്ഷെ അതിന് കൃത്യമായ ഒരു ലെങ്ത്ത്, ലൈനുകൾക്കെല്ലാം കൃത്യമായ ഒരു ലെങ്ത്ത് ഉണ്ടായിരിക്കും. അതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഷേക്സ്പിയറുടെ രചനാ രീതിയും എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലെസണിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഒരു ഫ്രണ്ട്സ്, റോമൻ, കൺട്രിമെൻ എന്ന് പറയുന്നത് നമ്മുടെ
ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ പ്രസിദ്ധമായ ഒരു സ്പീച്ചാണ്. മാർക്ക് ആൻ്റണി നടത്തുന്ന പ്രസിദ്ധമായ ഒരു സ്പീച്ചാണ്. അപ്പോൾ ആ ഒരു സ്പീച്ച് നടത്താനുള്ള ആ ഒരു സാഹചര്യം എന്താണെന്ന് ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്ന ഭാഗത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആ ഭാഗത്ത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. When William Shakespeare well-known history play Julius Caesar opens, Caesar is one of the triumvirs who ruled Rome. ഷേക്സ്പിയറുടെ ചരിത്രപ്രസിദ്ധമായ ജൂലിയസ് സീസർ എന്ന നാടകം ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? സീസറും ആ ഒരു റോമിൽ ഭരിച്ചിരുന്ന ട്രയംവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ആൾക്കാർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ റോം ഭരിക്കുന്നത്. അപ്പോൾ ആ അധികാരികളിൽപ്പെട്ട 3 ആളിൽ ഒരാളാണ് ആര്? സീസർ. അപ്പോൾ ആ ഒരു വില്യം ഷേക്സ്പിയറുടെ ആ ഒരു നാടകം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഹി ഈസ് അസാസിനേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ബൈ എ ബാൻഡ് ഓഫ് കൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ഹിസ് ബോസം ഫ്രണ്ട് ബ്രൂട്ടസ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യപ്പെടുകയാണ്? സീസേഴ്സ് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ, അതായത് അധികാര കേന്ദ്രത്തിൽ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രം, ഇദ്ദേഹത്തിൻ്റെ അധികാര കേന്ദ്രത്തിൽ തന്നെ അസാസിനേറ്റഡ്, വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആരാലാണ്? ഒരു കൂട്ടം ഗൂഢാലോചനകൾ, അല്ലേ, ഗൂഢാലോചനക്കാർ വഴി ഇദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഗൂഢാലോചനയുടെ നേതാവ് എന്ന് പറയുന്നത് ലെഡ് ബൈ ഹിസ് ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഉറ്റ സുഹൃത്ത്. അതിൻ്റെ നേതാവ് നമ്മുടെ സീസറുടെ ഉറ്റ സുഹൃത്തായ ബ്രൂട്ടസ് ആയിരുന്നു. അതായത് ആ ഒരു ഗൂഢാലോചനക്കാർ, അല്ലേ, അതിൻ്റെ നേതാവ് സീസറുടെ ഉറ്റ സുഹൃത്തായിരുന്ന ബ്രൂട്ടസ് ആയിരുന്നു. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് എഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദ റോമൻ സിറ്റിസൺസ്. അപ്പോൾ ആ ഒരു മർഡറിന് ശേഷം, മർഡർ എന്ന് പറയാൻ കഴിയില്ല, ആ ഒരു വധിക്കപ്പെടൽ, ആ ഒരു വധിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് സീസറിനെ വധിച്ചതെന്ന് എന്ത് ചെയ്യണം? അവിടെയുള്ള റോമൻ സിറ്റിസണിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലേ. അപ്പോൾ ആ ഒരു കാരണം ആര് പറയാണ്? നമ്മുടെ ബ്രൂട്ടസ് വളരെ ഷോർട്ടായിട്ട് ഒരു സ്പീച്ചായിട്ട് പറയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് കൺവിൻസ് ആവുന്ന, വിശ്വാസമാകുന്ന രീതിയിൽ ഇഫക്റ്റീവായ ഒരു സ്പീച്ചായിരുന്നു. മാർക്ക് ആൻ്റണി, സീസേഴ്സ് ഫ്രണ്ട്, സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂണറൽ ഇയോളജി ടു സീസർ. അപ്പോൾ മാർക്ക് ആൻ്റണി, സീസറുടെ മറ്റൊരു ഫ്രണ്ടാണ് മാർക്ക് ആൻ്റണി എന്ത് ചെയ്യാണ്? ബ്രൂട്ടസിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സീസറിൻ്റെ ആ ഒരു സംസ്കാര ചടങ്ങിൽ ഒരു പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇയോളജി എന്ന് പറഞ്ഞാൽ സ്പീച്ച്, ആ ഒരു സ്പീച്ച് നടത്തുന്നതിന് വേണ്ടി പെർമിഷൻ വാങ്ങുന്നു. ബ്രൂട്ടസ് എഗ്രീസ്, ബ്രൂട്ടസ് പെർമിഷൻ നൽകുകയും ചെയ്യുന്നു. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പെർട്ട്ലി മാനിപ്പുലേറ്റ്സ് ദ ഇമോഷൻസ് ഓഫ് ദ ക്രൗഡ്. അപ്പോൾ ആൻ്റണിയുടെ ആ ഒരു അതിഗംഭീരമായ പ്രഭാഷണം അവിടെയുള്ള ജനങ്ങളുടെ ആ ഒരു വികാരത്തെ കയ്യിലെടുക്കുന്നതിന് കാരണമാകുന്നു. ഹി പർസ്യൂഡ് ദം ടു ബിലീവ് ദാറ്റ് ബ്രൂട്ടസ് ആൻഡ് ദ കൺസ്പിറേറ്റേഴ്സ് ഹാഡ് സെൽഫിഷ് മോട്ടീവ്സ് ആൻഡ് ദ ക്രൗഡ് വാണ്ട്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അപ്പം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്? ഹി പെർസ്യൂഡ് ദം ടു ബിലീവ്, അവിടെയുള്ള ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബ്രൂട്ടസും ബ്രൂട്ടസിൻ്റെ അനുയായികളും ഒരു സെൽഫിഷ് മോട്ടീവ്, അവരുടേതായ ഒരു സെൽഫിഷ് മോട്ടീവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്? സീസറെ വധിച്ചതാണ് എന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഒരു പ്രഭാഷണത്തിലൂടെ മാർക്ക് ആൻ്റണിക്ക് കഴിയുന്നുണ്ട്. ആൻഡ് ദ ക്രൗഡ് വാണ്ട്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അതുകൊണ്ട് തന്നെ സീസറുടെ ആ ഒരു കൊലപാതകത്തിൽ ആ ക്രൗഡ്സ്, അവിടെയുള്ള ജനക്കൂട്ടം അതിന് പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലേ, അവരത് ആവശ്യപ്പെടുന്നു. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ആൻ്റണീസ് ഒറേഷൻ, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പീച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻ്റണിയുടെ സ്പീച്ചിലുള്ള ആ ഒരു ഫസ്റ്റ് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഡ്യൂറിങ് വിച്ച് ദ മോബ് ഹാവ് ബിഗാൻ ടു ചേഞ്ച് ദർ മൈൻഡ്സ്. അപ്പോൾ ഈ ഒരു സ്പീച്ചിലാണ് അവിടെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ മനസ്സ് മാറുന്നത്. എങ്ങനെ മനസ്സ് മാറുന്നത്? അതായത് സീസറെ കൊല്ലാനുള്ള കാരണം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രൂട്ടസ് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്പീച്ച് നടത്തിയിട്ട് ജനങ്ങളെ മൊത്തം വിശ്വസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ ആ ബ്രൂട്ടസ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നും അതിൻ്റെ ശരിയായ കഥ എന്താണെന്നും പറഞ്ഞ്
ആ ഒരു ജനങ്ങളെ ഈ ഒരു പ്രഭാഷണത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? മാർക്ക് ആൻ്റണിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഈ പോമിൽ പറയുന്ന, അതായത് ഈ സ്പീച്ചിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, റോമൻ കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. അപ്പോൾ ഇവിടെ സ്പീച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആ സുഹൃത്തുക്കളെ, റോമക്കാരെ, രാജ്യനിവാസികളെ, നിങ്ങളുടെ ചെവികൾ എനിക്ക് കടം തരൂ. ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം. ഞാൻ വന്നിരിക്കുന്നത് സീസറെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യുക, അല്ലാതെ സീസറെ പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടല്ല. ദ ഈവ് ദാറ്റ് മെൻ ടു ലിവ്സ് ആഫ്റ്റർ ദം. അതായത് നമ്മൾ ചെയ്ത മോശം കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ മരണശേഷവും നിലനിൽക്കും, ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻറ്റേർഡ് വിത്ത് ദർ ബോൺസ്. എന്നാൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മുടെ അസ്ഥികളോടൊപ്പം തന്നെ അടക്കം ചെയ്യപ്പെടും. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മുടെ മരണത്തോടെ അതും എന്താവും? അങ്ങോട്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ അവിടെ അവസാനിക്കും. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. സീസറുടെ കാര്യവും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്ക് ആൻ്റണി പറയാതെ പറയുന്ന കാര്യം എന്താ? സീസർ ചെയ്ത എന്തെങ്കിലും തെറ്റ് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ സീസറുടെ നല്ല വശങ്ങളൊന്നും ആരും കാണുന്നില്ല, കണ്ടിട്ടില്ല എന്നതാണ് ഇവിടെ മാർക്ക് ആൻ്റണി പറയാതെ പറഞ്ഞു വെക്കുന്നത്. ദ നോബിൾ ബ്രൂട്ടസ് ഹാത്ത് ടോൾഡ് യു സീസർ വാസ് എംബീഷ്യസ്. അപ്പോൾ മഹാനായ ബ്രൂട്ടസ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹാത്ത് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷാണ്, അത് ഹാസ് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്, അല്ലേ? അപ്പോൾ മഹാനായ സീസർ എന്ത് പറഞ്ഞിട്ടുണ്ട്? മഹാനായ ബ്രൂട്ടസ് എന്ത് പറഞ്ഞിട്ടുണ്ട്? സീസർ ഒരു അതിമോഹിയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമോഹിയാണ്, ഒരു അധികാരമോഹിയാണ്. സീസർ ഒരു അധികാരമോഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ് വെയർ സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്. അതങ്ങനെ തന്നെയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ബ്രൂട്ടസ് പറഞ്ഞതുപോലെ സീസർ ഒരു അധികാരമോഹി തന്നെയാണെങ്കിൽ അത് തീർച്ചയായും വളരെ ഗൗരവകരമായ ഒരു തെറ്റ് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു അധികാരമോഹം സീസറിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവകരമായ ഒരു തെറ്റ് തന്നെയാണ്. ആൻഡ് ഗ്രീവിയസ്ലി ഹാത്ത് സീസർ ആൻസേർഡ് ഇറ്റ്. ആ ഒരു തെറ്റിന് സീസർ തൻ്റെ ജീവനാണ് വില നൽകിയിരിക്കുന്നത്. അതായത് ആ ഒരു തെറ്റിന് തൻ്റെ ജീവൻ നൽകേണ്ടത് വന്നിട്ടുണ്ട്. ആർക്ക്? സീസർക്ക്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഐറണിക്കലാണ്, വിരോധാഭാസമാണ് കേട്ടോ. ആ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. കാരണം ഇവിടെയൊക്കെ സീസറിനെ മോശക്കാരനായിട്ട് പറയുന്നുണ്ടെങ്കിലും സീസർ നല്ലവനാണ് എന്ന് പറയാതെ പറഞ്ഞു പോവുകയാണ് മാർക്ക് ആൻ്റണി ചെയ്യുന്നത്. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. സോ ആർ ദേ all honorable men. Come I to speak in Caesar's funeral. Here under leave of Brutus and rest. ഇവിടെ എനിക്ക് പെർമിഷൻ, ബ്രൂട്ടസും മറ്റുള്ളവരും എന്ത് തന്നിരിക്കുകയാണ്? പെർമിഷൻ തന്നിരിക്കുകയാണ്. ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് തീർച്ചയായും എന്താണ്? ആദരണീയനായ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എന്ത് പറയാം, മാന്യനായ ഒരു മനുഷ്യനാണ്. സോ ആർ ദേ ഓൾ, മറ്റുള്ളവരും എന്താണ്? വളരെ ആദരണീയരായ ആൾക്കാരാണ്. ഓൾ ഹോണറബിൾ മെൻ കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. അതുകൊണ്ടാണ് എന്നെ അനുവദിച്ചത്, ഈ ഒരു ഫ്യൂണറലിന് എന്നെ സംസാരിക്കാൻ എന്നെ അനുവദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് ഈ സീസറിൻ്റെ ഈ ഒരു സംസ്കാര ചടങ്ങിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഹി വാസ് മൈ ഫ്രണ്ട്. ആര് ഫ്രണ്ടാണെന്നാണ് പറയുന്നത്? സീസർ എൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ, വിശ്വസ്തനും സത്യസന്ധനുമായ ഫ്രണ്ടായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംബീഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നു സീസർ അധികാരമോഹിയായിരുന്നു എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. പക്ഷെ ബ്രൂട്ടസ് എന്താണ്? ആദരണീയനായ നല്ല മഹത് വ്യക്തിയാണ്. കളിയാക്കിയിട്ട് പറയുന്നതാണ് കേട്ടോ. പക്ഷെ അത് മനസ്സിലാവാത്ത രീതിയിൽ ബ്രൂട്ടസിനെ പുകഴ്ത്തുന്നതായിട്ടുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഹി ഹാത്ത് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം, ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ ഓഫേഴ്സ് ഫിൽ. അപ്പോൾ അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്?
ഹീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സീസറെയാണ്. സീസർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആൾക്കാരെ തടവിലാക്കിയിട്ട് റോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൂസ് റാൻസം ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫില്ല്. കോഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോങ് ബോക്സ്, ഇവിടെ നമുക്ക് പൊതു ഖജനാവ് അല്ലേ. എന്നിട്ട് ഈ തടവുകാരെ മോചിപ്പിക്കുന്നതിന് കിട്ടുന്ന തുക, റാൻസം എന്ന് പറഞ്ഞാൽ മോചനദ്രവ്യം, തടവുകാരെ മോചിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തുക, അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്യത്തിൻ്റെ ഖജനാവ് അല്ലേ, പൊതു ഖജനാവ് നിറച്ചിട്ടുണ്ട്. ഡിഡ് ദിസ് ഇൻ സീസർ സീം എംബീഷ്യസ്. സീസർ ചെയ്ത ഈ കാര്യത്തിലാണോ സീസർ ഒരു രാജ്യമോഹിയാണെന്ന് തോന്നുന്നത്? അപ്പോൾ സീസർ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഈ ഒരു നല്ല കാര്യം, അതാണോ സീസറെ രാജ്യമോഹിയാക്കുന്നത് എന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത്? മാർക്ക് ആൻ്റണി ചോദിക്കുന്നത്. വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാത്ത് വെപ്റ്റ്. ഹാത്ത് എന്നുള്ളതൊക്കെ ഹാസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ്. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർ കരയുമ്പോൾ സീസറും എന്ത് ചെയ്യുമായിരുന്നു? സീസറും വിതുമ്പുമായിരുന്നു. അതായത് പാവപ്പെട്ടവരുടെ കഷ്ടതകളിൽ സീസർക്കും അങ്ങേയറ്റം വേദന ഉണ്ടാകുമായിരുന്നു. എംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. രാജ്യമോഹികൾ അല്ലേ, അധികാരമോഹികൾ അവരുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? നല്ല കാഠിന്യമുള്ളതായിരിക്കണം. അല്ലാതെ അവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വിതുമ്പിപ്പോകുന്നവരാവരുത്. ആര്? അധികാരമോഹമുള്ളവർ. അപ്പം സീസർ അത്തരത്തിലുള്ള ഒരു അധികാരമോഹി അല്ല എന്ന് തന്നെയാണ് ഇവിടെ മാർക്ക് ആൻ്റണി എന്ത് ചെയ്യുന്നത്? ജനങ്ങളെ ബോധവൽക്കരിച്ച് കൊണ്ടുവരുന്നത്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംബീഷ്യസ്. എന്നാലും ബ്രൂട്ടസ് പറയുന്നത് സീസർ ഒരു എംബീഷ്യസ് ആണ്, ഒരു അധികാരമോഹിയാണ്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. പക്ഷെ ബ്രൂട്ടസ് എന്താണ്? ബ്രൂട്ടസ് ശരിക്കും ആദരണീയനായ ഒരു വ്യക്തിയാണ്, മാന്യനായ ഒരു വ്യക്തിയാണ്. ഇവിടെ സർക്കാസമാണ് കേട്ടോ, നമ്മളിങ്ങനെ ഒരു കളിയാക്കിയിട്ട് പറയില്ലേ, പക്ഷെ അത് ബ്രൂട്ടസിന് മനസ്സിലാവാത്ത രീതിയിലാണ് ആരിവിടെ ബ്രൂട്ടസിനെ പുകഴ്ത്തി സീസറെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നത് പോലെയാണ് ആര് പറഞ്ഞു കൊണ്ടുവരുന്നത്? മാർക്ക് ആൻ്റണി കൊണ്ടുവരുന്നത്. പക്ഷെ അത് ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ ക്ലിയറായിട്ട് മനസ്സിലായി വരികയും ചെയ്യും. ദെൻ നെക്സ്റ്റ്, യു ഓൾ ഡിഡ് സീ ദാറ്റ് on the Lupercal I thrice presented him a kingly crown which he did thrice refuse. Was this ambition? അപ്പോൾ ചോദിക്കുകയാണ്, അവിടെ നടക്കുന്ന ലൂപ്പർക്കാലിയ ഫെസ്റ്റിവൽ, അതാണ് ഇവിടെ ലൂപ്പർക്കാൽ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ നടക്കുന്ന റോമിൽ നടക്കുന്ന ലൂപ്പർക്കാലിയ ഫെസ്റ്റിവലിൽ 3 തവണ മാർക്ക് ആൻ്റണി എന്ത് ശ്രമിച്ചിട്ടുണ്ട്? നമ്മുടെ സീസറിനെ കിരീടമണിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ 3 തവണയും സീസർ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? അത് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ലൂപ്പർക്കാലിയ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് റോമിൽ നടക്കുന്ന അവരുടെ ലൂപ്പർക്കസ് എന്ന് പറയുന്ന ദേവനെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. ലൂപ്പർക്കസ് ദേവൻ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ആ ഒരു ദേവതയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് ലൂപ്പർക്കാലിയ ഫെസ്റ്റിവൽ. ഓക്കെ, ഇവിടെ ലൂപ്പർക്കൽ ഫെസ്റ്റിവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഐ ത്രൈസ് പ്രസൻറ്റ്. അപ്പോൾ അതിൽ ഈ ഒരു ഫെസ്റ്റിവലിൽ 3 തവണ കിരീടമണിയിക്കാൻ ശ്രമിച്ചിട്ടും ആര് സമ്മതിച്ചിട്ടില്ല? സീസർ സമ്മതിച്ചിട്ടില്ല. വാസ് ദിസ് എംബിഷൻ? അപ്പോൾ അത് സീസർ അധികാരമോഹി ആയിരുന്നത് കൊണ്ടാണോ? കാരണം അതിന് സമ്മതിക്കാതിരുന്നത്. കളിയാക്കിയിട്ടാണ് ചോദിക്കുന്നത്. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് എംബീഷ്യസ്. അപ്പോഴും ബ്രൂട്ടസ് എന്താണ് പറയുന്നത്? എന്നാലും ബ്രൂട്ടസ് പറയുന്നത് സീസർ അധികാരമോഹിയാണ് എന്നാണ്. ആൻഡ് ഷുവർ ഹീ ഈസ് ആൻ ഹോണറബിൾ മാൻ. പക്ഷെ എന്തായാലും ഉറപ്പാണ് ബ്രൂട്ടസ് എന്തായാലും ആദരണീയനായ ഒരു മനുഷ്യനാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസപ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്, ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. അപ്പോൾ എന്താണ് പറയുന്നത്? ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ബ്രൂട്ടസ് പറഞ്ഞതിന് എതിരെ പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് എന്താ? ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. ഇവിടെ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, സീസർ എന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കോസ്. നിങ്ങളെല്ലാവരും ഒരിക്കൽ അയാളെ സ്നേഹിച്ചിരുന്നു. ആരെ? സീസറിനെ. നിങ്ങളെല്ലാവരും ഒരിക്കൽ സീസറിനെ സ്നേഹിച്ചിരുന്നു. നോട്ട് വിത്തൗട്ട് കോസ്, അത് കാരണമൊന്നും
ഇല്ലാതെയാണോ, ഒരു കാരണവും ഇല്ലാതെയാണോ നിങ്ങൾ സീസറിനെ സ്നേഹിച്ചത്? വാട്ട് കോസ് വിത്ത് ഹോൾസ് യു ദൻ ടു മോണ്ട് ഫോർ ഹിം? ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിൽ നിങ്ങളാരും ദുഃഖിക്കാതിരിക്കുന്നത്? എന്ത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിടിച്ചു വലിക്കുന്നത്? ഓ ജഡ്ജ്മെൻറ്റ് ദോ ആർട്ട് ഫ്ലഡ് ബ്രൂട്ടിഷ് ബീസ്റ്റ്. അപ്പോൾ ഇവിടെ ഇനി ജനങ്ങളുടെ ആ ഒരു ബോധം മനസ്സിനെയാണ് മാർക്ക് ആൻ്റണി ചോദ്യം ചെയ്യുന്നത്. ഓ ജഡ്ജ്മെൻറ്റ്, ഓ സ്വയബോധമേ, നിങ്ങൾ എങ്ങോട്ടേക്കാണ്? ക്രൂരമായ മൃഗങ്ങളിലേക്ക് നിങ്ങൾ പലായനം ചെയ്തു പോയോ? അതായത് ജനങ്ങളുടെ സ്വയബോധം ഇല്ലാതായി പോയോ, നഷ്ടപ്പെട്ടു പോയോ? ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദ റീസൺ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള നിങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടു പോയോ? ബെയർ വിത്ത് മീ, എന്നെ നിങ്ങൾ കുറച്ച് നേരം കൂടി ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് സഹിക്കൂ, കാരണം കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കൊഫിൻ ദർ വിത്ത് സീസർ. കൊഫിൻ മീൻസ് ശവപ്പെട്ടി. എൻ്റെ ഹൃദയം ഇപ്പോൾ സീസറോടൊപ്പം ആ ഒരു സീസറുടെ ശവപ്പെട്ടിയിലാണ് ഉള്ളത്. അതായത് ആ മരിച്ചു കിടക്കുന്ന സീസറിലാണ് ഉള്ളത്. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അത് എന്നിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വാക്കുകൾ കുറച്ച് തൽക്കാലം നിർത്തുകയാണ്. അതായത് ആ ഒരു വിഷമിക്കുകയാണ്. സീസർ മരിച്ചതിൽ കുറച്ച് നേരം ആരൊന്ന് വിഷമിച്ച് നിൽക്കുകയാണ്? മാർക്ക് ആൻ്റണി വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതോടൊപ്പം നടന്ന കാര്യങ്ങൾ എന്താണെന്നും കൂടെ ഇവിടെ ഈ ഒരു യെല്ലോ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആഫ്റ്റർ മാർക്ക് ആൻ്റണി സ്പീച്ച് ദ ക്രൗഡ് ടേൺസ് അഗൈൻസ്റ്റ് ദ കൺസ്പിറേറ്റേഴ്സ് ആൻഡ് സീക്ക് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അപ്പോൾ മാർക്ക് ആൻ്റണിയുടെ ഈ ഒരു സ്പീച്ചിന് ശേഷം അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം ഈ ഒരു ഗൂഢാലോചനക്കാർക്ക് നേരെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി തിരിഞ്ഞു. ദ കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് കാസിയസ് റിയലൈസ് ദ ഡേഞ്ചർ ആൻഡ് ഫ്ലീ. അപ്പോൾ ആ ഒരു ഗൂഢാലോചന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ബ്രൂട്ടസും കാസിയസും ആ ഒരു അപകടം മനസ്സിലാക്കുകയും അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. മാർക്ക് ആൻ്റണി ഹാവിങ് സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റഡ് ദ ക്രൗഡ് എമർജസ് ആസ് എ ലീഡർ ഗാദറിങ് സപ്പോർട്ട് ഫ്രം ദ പീപ്പിൾ ഓഫ് റോം. അപ്പോൾ മാർക്ക് ആൻ്റണിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? വളരെ വിജയകരമായി തന്നെ ആ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹി അലോങ് അതിനുശേഷം എമർജസ് ആസ് എ ലീഡർ ഗാദറിങ് സപ്പോർട്ട് ഫ്രം ദ പീപ്പിൾ ഓഫ് റോം. റോമിലെ ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ടിൽ അടുത്ത ലീഡറായിട്ട് ആര് മാറുന്നുണ്ട്? മാർക്ക് ആൻ്റണി മാറുന്നുണ്ട്. ഹി അലോങ് വിത്ത് ഒക്ടോവിയസ് ജൂലിയസ് സീസേഴ്സ് നെഫ്യൂ ആൻഡ് അതേഴ്സ്. അപ്പോൾ മാർക്ക് ആൻ്റണിയും പിന്നെ ഒക്ടോവിയസ് എന്ന് പറഞ്ഞാൽ ജൂലിയസ് സീസറിൻ്റെ നെഫ്യൂ മരുമകൻ ആൻഡ് അതേഴ്സ് ലീഡ്സ് ദ ബാറ്റിൽ വിച്ച് റിസൾട്ട് ഇൻ ദ ഡിഫീറ്റ് ആൻഡ് ദ ഡെത്ത് ഓഫ് കൺസ്പിറേറ്റേഴ്സ്. അപ്പോൾ അവർ നടത്തിയ ആ ഒരു യുദ്ധം, ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ആ ഒരു ഗൂഢാലോചനക്കാർ എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു അല്ലേ. ആ ഒരു രീതിയിൽ നമ്മുടെ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ ഈ ഒരു സ്പീച്ച് ഇവിടെ തീരുകയാണ്. സ്പീച്ച് തീർന്നു, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ യെല്ലോ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജൂലിയസ് സീസറിൻ്റെ കാലത്ത് അവിടെ 3 പേരാണ് റോം ഭരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാരൊക്കെയായിരുന്നു? ഒന്ന് ജൂലിയസ് സീസർ, പിന്നെ ഒന്ന് പോംപെ, പിന്നെ ഒന്ന് ക്രാഷ്യസ്. ഇവർ 3 പേരുമായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ ഇവിടെ ഒരു ബ്ലൂ ബോക്സിൽ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ആ ഒരു തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ദ ഗ്ലോബ് തിയേറ്റർ ബിൽഡ് ഇൻ 1599 വാസ് ദ ബെസ്റ്റ് നോൺ ലണ്ടൻ തിയേറ്റർ ഇൻ ഷേക്സ്പിയേഴ്സ് ടൈം. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ കാലത്ത് അറിയപ്പെടുന്ന തിയേറ്ററാണ് ഗ്ലോബ് തിയേറ്റർ. 1599 നിർമ്മിച്ചിരിക്കുന്നത്. Many of his plays such as Romeo and Juliet, Hamlet and Macbeth were staged there. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ മിക്ക നാടകങ്ങളും അരങ്ങേറിയിരിക്കുന്നത് ഈ ഒരു തിയേറ്ററിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഹാംലെറ്റ്, മാക്ബത്ത് ഇതൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് ഈ ഒരു തിയേറ്ററിലാണ്.
destroyed in a fire in 1613. The globe was rebuilt in 1614. അപ്പോൾ 1613 ഒരു തീപിടുത്തത്തിൽ ആ ഒരു തിയേറ്റർ നശിച്ചിട്ടുണ്ടെങ്കിലും 1616 അത് വീണ്ടും പുനർനിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ 1997 a replica of the globe was constructed near the original site and the Shakespearean plays continue to be staged there. അപ്പോൾ 1997 അതിൻ്റെ ഒരു മോഡൽ, ആ ഒരു ഗ്ലോബ് തിയേറ്ററിൻ്റെ അതേ മോഡലിൽ അത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അത് പുതുതായി കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയറിയൻ പ്ലേസ് ഇപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓപ്പൺ സ്റ്റേജിൽ, ആ ഒരു ഗ്ലോബ് തിയേറ്ററിൽ ഇപ്പോഴും അരങ്ങേറുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അതേപോലെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും അറിയിക്കുക. ഓക്കെ, താങ്ക് യു.